നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ബയേണിന്റെ ആധിപത്യം അവസാനിച്ചിരിക്കുകയാണ്. ബയർ ലെവർക്യൂസൻ കിരീടം ചൂടിയിരിക്കുന്നു. ബുണ്ടസ് ലീഗ് ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയതിനു ശേഷമുള്ള അവരുടെ ആദ്യത്തെ കിരീടമാണ്. സാബി അലോൺസോ മാജിക് കാണിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പോൾ ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലും ഒരു കളി പോലും തോൽക്കാതെ മുന്നോട്ട് പോവുകയാണ് ടീം. 29 കളികളിൽ നിന്ന് 25 വിജയവും 4 സമനിലയുമാണ് ബുണ്ടസ് ലീഗിൽ. 79 പോയിന്റായി കഴിഞ്ഞു. കിരീടം ചൂടിയ കോച്ചിന് എന്താണ് പറയാനുള്ളത്? 120 വർഷങ്ങൾക്ക് ശേഷമാണ് ജർമ്മൻ ലീഗിൽ അവർ കിരീടം ചൂടുന്നത്. ഇന്നത്തെ രൂപത്തിലേക്ക് ബുണ്ടസ് ലീഗ മാറിയതിനു ശേഷം ആദ്യ കിരീടം. മൊത്തത്തിൽ നോക്കുമ്പോൾ 120 വർഷങ്ങൾക്ക് ശേഷം ഒരു കിരീടം. ഫസ്റ്റ് ബുണ്ടസ് ലീഗ ടൈറ്റിൽ ഇൻ 120 years ഫോർ ബയർ ലെവർക്യൂസൻ. അപ്പോ കോച്ചിന് എന്താ പറയാനുള്ളത്? സാബി അലോൺസോ ടീമിന്റെ പരിശീലകനായി വരുമ്പോ റെലഗേഷൻ സോണിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നിന്ന ടീമാണ് അവർ. പിന്നെയാണ് ഈ മാറ്റം ഉണ്ടാക്കിയത്. കോച്ചിന് പറയാനുള്ളത്, സാബി അലോൺസോ പറയുന്നു, ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ മൊമെന്റ് ഫോർ ദി ക്ലബ്. ഈ ക്ലബിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റാണിത്. ബുണ്ടസ് ലീഗ കിരീടം 120 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് നേടുക, അത് സംതിങ് വെരി സ്പെഷ്യൽ ആണ്. വിന്നിംഗ് ദി ബുണ്ടസ് ലീഗ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 120 years ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. പ്ലേയേഴ്സ് ഒക്കെ വളരെ ടോപ്പായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ താരങ്ങളെ കുറിച്ചും ഈ ക്ലബിലെ എല്ലാവരെ കുറിച്ചും ഞാൻ വളരെയധികം പ്രൗഡാണ് എന്നാണ് ഇപ്പോൾ സാബി അലോൺസോ പറയുന്നത്. സാബി അലോൺസോയെ കുറിച്ച് മറ്റെല്ലാവരും പ്രൗഡാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.